എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മമതാ ബാനർജിയുടെ റൈറ്റ് ഹാൻഡുമായ മഹുമ മൈത്ര ബംഗാൾ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയെയും BJPയെയും പ്രശംസിച്ച് രംഗത്തെത്തി എന്നുള്ളത്. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് മഹുമ BJPയും സുവേന്ദു അധികാരിയും പ്രശംസിച്ചത്? അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് BBC ഹിന്ദി ചാനലിന് വേണ്ടിയിട്ട് ഒരു അഭിമുഖം നടത്തിയിരുന്നു. ആ അഭിമുഖത്തിലാണ് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് മഹുമ മൈത്ര സുവേന്ദു അധികാരി പ്രശംസിച്ചത്. അതെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് 2014 സീറ്റ് നിഷേധിച്ചപ്പോൾ അത് അന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിച്ചതും എൻ്റെ കൂടെ നിന്നതും എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് തന്നതും സുവേന്ദു അധികാരിയായിരുന്നു. അപ്പോൾ 2014 സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ്സിലായിരുന്നു. അന്ന് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്തൊരു വ്യക്തിയാണ് ഈ മഹുമ മൈത്ര. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ സീറ്റ് നിഷേധിച്ചപ്പോൾ അത് വലിയ രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കി. അത് ചെറിയൊരു ഡിപ്രഷൻ ഫേസിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് സുവേന്ദു അധികാരി എൻ്റെ ഒരു ഗുരുവായിട്ട് കാണുന്ന, എൻ്റെ ഒരു സഹോദരൻ, ഒരു മുതിർന്ന സഹോദരനായിട്ടും എൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുവായിട്ട് കാണുന്നു എന്നാണ് മഹുമ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അതായത് എൻ്റെ കൂടെ എല്ലാ തരത്തിലും എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് തന്നൊരു വ്യക്തിയായിരുന്നു സുവേന്ദു അധികാരി. അപ്പോൾ ഇപ്പോൾ സുവേന്ദു അധികാരി BJP പാളയത്തിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത പാർട്ടികളാണെങ്കിൽ പോലും നമ്മൾ ആ ബന്ധം ഇപ്പോഴും നല്ല രീതിയിൽ ഊഷ്മളത ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ സംസാരിക്കില്ലെങ്കിലും പല രീതിയിലുള്ള എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പല കാര്യങ്ങളും സുവേന്ദു അധികാരി ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അത്തരം കാര്യങ്ങളാണ് മഹുമ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രശ്നം? എന്താണ് ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന BJP വിരുദ്ധ ചേരിയിലുള്ള ഒരു പ്രമുഖ ഫേസാണ് ഈ മഹുമ മൈത്ര. ഈ മഹുമ മൈത്ര പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും BJPക്കെതിരെയൊക്കെ പ്രസംഗിച്ച പല വീഡിയോകളും, അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മാപ്രകളൊക്കെ അന്തിച്ചർച്ചകൾ പോലും നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സുഡാപ്പികളെയും കമ്മികളുടെയൊക്കെയും വലിയ ഹീറോ ആണ് ഈ മഹുമ മൈത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി. അതായത് BJPയും നരേന്ദ്രമോദിയൊക്കെ നഖശികാന്തം എതിർക്കുന്നതുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും RSSനെയൊക്കെ അങ്ങേയറ്റത്തെ പല്ലും നഖവും ഉപയോഗിച്ചിട്ട് എന്താ പറയേണ്ടത് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സുപ്രഭാതത്തിൽ BJPയിലോട്ട് പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അത് ഈ കോണ്ടക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, സുവേന്ദു അധികാരി പുകഴ്ത്തുന്നു മഹുമ മൈത്ര. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത്? അവിടെയാണ് ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ്, അത് ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകേണ്ട ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. ഈ യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഫോൺ കോൾ മഹുമ മൈത്രക്ക് പോകുന്നു. അതിനുശേഷമാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ യോഗി ആദിത്യനാഥിൻ്റെ ഫോൺ കോളിന് പിന്നാലെ നമ്മുടെ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയും മഹുമ മൈത്രയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവർ എന്താണ് സംസാരിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന, ഉത്തർപ്രദേശിലെ ലോക്കൽ മാധ്യമങ്ങളായാലും അസമിലെ ലോക്കൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിൽ തന്നെയാണ്. അതായത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, വ്യക്തിപരമായിട്ടുള്ളൊരു കോൾ മാത്രമാണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതായത് ഈ കഴിഞ്ഞ ബംഗാൾ അസംബ്ലി ഇലക്ഷന് ശേഷം BJP 207 സീറ്റ് എന്ന വളരെ വലിയ ഒരു മാസീവ് വിക്ടറിയാണ് അവിടെ നേടിയത്. അപ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി സുവേന്ദു അധികാരി മാറി. അപ്പോൾ സുവേന്ദു അധികാരിക്ക് കിട്ടിയൊരു മാൻഡേറ്റ് തന്നെയാണ് അത് മാത്രമല്ല BJP കിട്ടിയൊരു മാൻഡേറ്റാണ്. അപ്പോൾ അതിന് പ്രധാന പങ്കുവഹിച്ച, അതിന് നേതൃത്വം നൽകിയൊരു വ്യക്തിയാണ് സുവേന്ദു അധികാരി. ഈ മമതാ ബാനർജി എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ വിഷമാണ്. നമ്മുടെ ഒരു സംസ്ഥാനത്ത്, എല്ലാ സംസ്ഥാനം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയധികം രാജ്യത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്തിന് കാശ്മീരിൽ പോലും ഉണ്ടായ മുഖ്യമന്ത്രി പോലും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ സൈനികർ BSF അവിടെ ബംഗ്ലാദേശി ഇൻഫിൽട്രേഷൻ തടയാൻ വേണ്ടിയിട്ട്, ഫെൻസിങ് നടത്താൻ വേണ്ടിയിട്ട് പോലും ഭൂമി അനുവദിച്ച് കൊടുത്തില്ല. അപ്പോൾ സുപ്രീം കോടതി വരെ പോയിട്ട് അത് അങ്ങേയറ്റം പല്ലുന്നൊക്കെ ഉപയോഗിച്ച് തടഞ്ഞൊരു വ്യക്തിയായിരുന്നു ഈ മമതാ ബാനർജി. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള എന്താ പറയേണ്ടത് ഒരു സർക്കാരിനെ അവിടെ അട്ടിമറിച്ച് തകർത്തിട്ടാണ് സുവേന്ദു അധികാരിയും BJP അവിടെ അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഏകദേശം 80 MLA-മാരാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായത്. ഇലക്ഷൻ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഈ മമതാ ബാനർജി 80 MLA-മാരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഈ 80 MLA-മാരിൽ ഇവർ 20 പേർ മാത്രമേ അവിടെ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടുത്തെ ജനവികാരം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ഈ ബംഗാൾ ഇലക്ഷന് ശേഷം അവിടെ എന്താ നടന്നത്. അവിടെ കഴിഞ്ഞ 15 വർഷമായും തൃണമൂൽ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആ ഒരു ടെനറിൽ, അവരുടെ ഭരണകാലത്ത് നടത്തിയ എല്ലാ അഴിമതികൾക്കും അവരുടെ നേതാക്കന്മാരെ കെട്ടിയിട്ടടിക്കുന്ന അവസ്ഥയായിരുന്നു. പല നേതാക്കന്മാർ, അവിടെ മുതിർന്ന നേതാവാണ് ജഹാംഗീർ ഖാൻ. ഈ ജഹാംഗീർ ഖാനൊക്കെ കയറി കെട്ടിയിട്ട് അണ്ടർവെയർ ഇട്ടിട്ടാണ്
പരേഡ് നടത്തിയിരുന്നു. അതായത് ബോക്സർ പോലെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് എന്നെ കൈകൂപ്പിയിട്ടായിരുന്നു അവിടെ പരേഡ് നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ്, ഇതൊക്കെ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ പൾസ് അറിയുന്ന നേതാവാണ് സുവേന്ദു അധികാരി. അപ്പോൾ സുവേന്ദു അധികാരി വാനോളം പുകഴ്ത്തിയിട്ടാണ് ഈ മഹുമ മൈത്ര എന്ന് പറയുന്ന പ്രമുഖ മോദി BJP RSS വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ മുന്നോട്ട് വന്നിരുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് യോഗി ആദിത്യനാഥും അസം മുഖ്യമന്ത്രിയായ ഹിമന്ത വിശ്വ ശർമ്മയും തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കാം, എന്തെങ്കിലും ഉണ്ടാവും, പൊളിറ്റിക്സിലെ പല പല കാര്യങ്ങളുണ്ടാവും, എല്ലാവർക്കും കരിയർ ഇതാണല്ലോ നോക്കണ്ടേ. അപ്പോൾ എന്ത് തന്നെയാലും വളരെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് സുവേന്ദു അധികാരിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ ഈ BBC നടത്തിയ ഇൻ്റർവ്യൂവിൽ മഹുമ മൈത്ര പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹുമ മൈത്രയുടെ കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരു 4-5 വർഷം മുന്നേ ഈ മഹുമ മൈത്രയെ പാർലമെൻറ്റ് MP ആയിരിക്കുമ്പോൾ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓരോ MPക്കും പാർലമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസൊക്കെ മോണിറ്റർ ചെയ്യാനും അവരെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നതും ഏതൊക്കെ MPമാർ എന്തൊക്കെ കാര്യങ്ങൾക്ക് പറയുന്നു, ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കാര്യങ്ങളൊക്കെ ലോഗ് ചെയ്യാനും ഇത്രയും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രാനെറ്റ് സംവിധാനമുണ്ട് ഈ ഇതിനകത്ത്, പാർലമെൻറ്റിനകത്ത്. എല്ലാ MPമാരും യൂസർ നെയിം ലോഗിൻ വെച്ചിട്ട് അത് ലോഗിൻ ചെയ്യണം, എല്ലാം അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യണം, പല പല കാര്യങ്ങൾ ലോഗ് ചെയ്യാം. അതൊരു ഇൻട്രാനെറ്റ് സംവിധാനം, അതായത് പാർലമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രാനെറ്റ് സംവിധാനം. ആ സംവിധാനം ഉപയോഗിച്ചിട്ട് മഹുമ മൈത്രയുടെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് വേറെ ആരോ കയറി ലോഗിൻ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അന്ന് പാർലമെൻറ്റ് സസ്പെൻഡ് ചെയ്യുന്നത്. അത് വലിയ രീതിയിൽ BJPക്കെതിരെയും ഈ എന്താ പറയുക നരേന്ദ്രമോദി അമിത്ഷാക്കെതിരെയും, അതായത് അവർക്കെതിരെ പ്രസംഗിക്കുന്ന ആൾക്കാർ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യുന്നത് എന്നെ ട്രാപ്പിലാക്കിയാണെന്നൊക്കെ പണ്ട് വലിയ ഇരവാദം മുഴക്കി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചൊരു വ്യക്തിയായിരുന്നു മഹുമ മൈത്ര. പക്ഷേ അത്രത്തോളം BJPയും RSSനെയും എതിർക്കുന്ന ഒരു വ്യക്തി ഇന്ന് പൊടുന്നനെ BJP ക്യാമ്പിലേക്ക് വരുന്നു എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇത് വലിയൊരു മാറ്റമാണ്. അതായത് നരേന്ദ്രമോദിയെ ആരെതിർക്കുന്നോ അവർ കുറച്ചു കാലം കഴിയുമ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുന്ന ഒരു ആളായി മാറുമെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് പോലെ. പക്ഷേ ഇത് സത്യമാണ്, ഇതിപ്പോൾ നമുക്ക് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ദേശീയ രാഷ്ട്രീയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ യോഗി ആദിത്യനാഥും നമ്മുടെ ഹിമന്ത വിശ്വ ശർമ്മയും എന്തിനായിരിക്കാം ഈ മഹുമ മൈത്രയെ ഫോൺ കോൾ ചെയ്തിട്ട് എന്തായിരിക്കാം സംസാരിച്ചത്? അതൊന്നും നമുക്കൊരിക്കലും പുറത്തു വരാത്ത കാര്യമാണ്. പക്ഷേ എന്തൊക്കെയോ ഇതിനകത്ത് ചെയ്യുന്ന നാം അറിയാം. ഈ തൃണമൂലിൻ്റെ 20 MPമാരും ഇപ്പോഴും എന്താ പറയണ്ടേ BJPയിലൂടെ നേരിട്ട് വരാൻ BJP അത് സമ്മതമില്ല. പക്ഷേ NCP എന്ന് പറയുന്ന ഒരു ത്രിപുരയിലെ ഒരു പാർട്ടിയിൽ ലയിച്ചിട്ട് അങ്ങനെയാണ് NDA സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ മഹുമ മൈത്രയുടെ കേസ് അങ്ങനെയല്ല. ഒരു കരിസ്മാറ്റിക് ലീഡർ തന്നെയാണ്. ഒരു കരിസ്മയുണ്ട് അവർക്ക്, എന്ത് തന്നെയായാലും BJP വിരുദ്ധത പറയുന്നതായാലും ഒരു കരിസ്മയുണ്ട് അവർക്ക്. അപ്പോൾ അവർ BJPയുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? BJP അവരെ നന്നായിട്ട് മുകളിലിട്ട് ശരിക്കും BJPയുടെ ഒരു അസറ്റാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഏറ്റവും വലിയ പ്രൈം എക്സാമ്പിളാണ് നമ്മുടെ ഹിമന്ത വിശ്വ ശർമ്മ. BJPയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു. അസമിലെ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്നു. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നേതാവാണ്, BJPയുടെ അറിയപ്പെടുന്ന നേതാവാണ് ഹിമന്ത വിശ്വ ശർമ്മ. ഭാവിയിൽ ഒരു പ്രധാനമന്ത്രി ഒരു സ്പോട്ടിലേക്ക് പോലും ആൾക്കാർ BJP നേതാക്കന്മാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പേരിലേക്ക് എത്തി ഈ ഹിമന്ത വിശ്വ ശർമ്മയുടെ. അപ്പോൾ അത്തരത്തിൽ കരിസ്മയിൽ ആർക്ക് കഴിവുണ്ടോ അവരെ പൊക്കിക്കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാമാക്കും. അപ്പോൾ മഹുമ മൈത്ര BJP ഒരു ഫോൾഡിലേക്ക് വരുവാണെങ്കിൽ പുള്ളിക്കാരിയുടെ കരിയർ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവായിട്ട്, BJPയുടെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവായിട്ട് മഹുമ മൈത്ര മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.